ഹായ് ഹലോ മക്കളെ. അപ്പൊ നമ്മുടെ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൈസ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെറിവേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും പഠിച്ചിട്ടില്ല, ആകെ ഫുള്ള് ടെൻഷൻ ആയിട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പഠിക്കുക. അതിനുശേഷം ഇലക്ട്രിക് ചാർജിന്റെ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല, അതിന്റെ SI യൂണിറ്റ്, അതിന്റെ കുറച്ച് ഇക്വേഷൻസ്, ശേഷം നേരെ പോവേണ്ടത് അതിന്റെ പ്രോപ്പർട്ടീസിലേക്കാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. മെയിൻ ആയിട്ട് നിങ്ങൾ 3 പ്രോപ്പർട്ടീസാ പഠിക്കുക. ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. അതിന്റെ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെക്കുക. എന്താണ്? Q is equal to plus or minus NE. ഇത് ഉപയോഗിച്ച് 1 മാർക്കിനായിട്ടും അല്ലാതെയും ഒരുപാട് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ആഡിറ്റിവിറ്റി ഓഫ് ചാർജ്, അടുത്തതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്ന സാധനം എന്താണ്? കൂളോംസ് ലോ. അപ്പൊ കൂളോംസ് ലോയുടെ പ്രാധാന്യം ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. കൂളോംസ് ലോ ഉപയോഗിച്ച് നമ്മൾ രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാറുണ്ട്. 1/4πε0 Q1 Q2 by R². അപ്പൊ ഈ ഇക്വേഷനിലെ ഓരോ വാല്യൂസും ഈ 1/4πε0 വാല്യൂ എന്താണ്, അതിലെ ε0 ആരാണ്, അവന്റെ വാല്യൂ എന്താണ്, അതിന്റെ യൂണിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി മക്കളെ അടുത്ത കാര്യമാണ് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പഠിക്കുക. രണ്ട് ഉണ്ട ചാർജുകൾ ഒരു 2a ഡിസ്റ്റൻസിന്റെ അപ്പുറവും ഇപ്പുറമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് അറിയാം അല്ലെ. ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ SI യൂണിറ്റ്, ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിന്റെ യൂണിറ്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന് ശേഷം നിങ്ങൾ നേക്കേണ്ട കാര്യമാണ് മക്കളെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ഇൻ an axial point. അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഉണ്ട്. ഒന്ന് ആക്സിയൽ പോയിന്റിലുള്ള ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും, രണ്ട് ഇക്വിറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും. ഓരോ വർഷവും ഇത് 3 മാർക്കിനാണ് ചോദിച്ചു വരാറ്. ഒരു വർഷം മക്കളെ ഇത് രണ്ടും കൂടി 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ നിങ്ങൾ മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പൊ ഈ രണ്ട് ഡെറിവേഷൻസ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് ഡെറിവേഷൻസ്. വേറെ ഒന്നും ചോദിച്ചില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. അടുത്ത കാര്യമാണ് മക്കളെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ഗോസസ് ലോ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഏറ്റവും അവസാനം നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. ഗോസസ് ലോയുടെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെത്, ഇൻഫിനിറ്റ് വയറിൻ്റെത്, പ്ലെയിൻ ഷീറ്റിൻ്റെത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ല് പഠിക്കണം. അതിനുശേഷമോ ഒരു യൂണിഫോം ആയിട്ടുള്ള ഇൻഫിനിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് പഠിക്കണം. ശേഷം ഒരു പ്ലെയിൻ ഷീറ്റ്, യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മക്കളെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും, എത്ര മാർക്കിന്റെ ചോദ്യം നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും ഫൈനലി എത്ര മാർക്കിനാണ് ചോദിക്കാറെന്നാണ് ഇതിലെ ചോദ്യമെങ്കിൽ 8 മാർക്കിനാണ് എപ്പോഴും ഈ ചാപ്റ്ററിന് മാർക്കിന് ചോദിക്കാറ്. അപ്പൊ മക്കളെ എല്ലാവരും അത് ഓർത്ത് വെക്കുക. അപ്പൊ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മക്കളെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ടാറ്റ ബൈ.